യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനമാണ് ദൈവം നിങ്ങളോടൊന്ന് സംസാരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ദൈവം തരുന്ന അനുഗ്രഹത്തിൽ നിലനിൽക്കുക എന്നുള്ളത്. എല്ലാ മനുഷ്യരും ഉയർച്ച പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും. ഇപ്പോൾ നിൽക്കുന്ന തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് ഉയരണം, ആത്മീകമായി ഉയരണം, ഭൗതികമായി ഉയരണം എന്ന് കൊതിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം ആൾക്കാർ. എന്നാൽ ചിലർ പെട്ടെന്ന് ഉയരുകയും പെട്ടെന്ന് താണുകയും ചെയ്യാറുണ്ട്. അവരുടെ ജീവിതത്തിൽ വിജയിക്കാൻ അവർ ആഗ്രഹിക്കുമ്പോൾ പരാജയം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ദൈവം 2 കാര്യങ്ങൾ ഉറപ്പു തരികയാണ്. നിന്റെ പേരും നിന്റെ സന്തതിയും ദൈവസന്നിധിയും നിലനിൽക്കാൻ പോകുകയാണ്. നിന്റെ പേര് ഭൂമിയിലെ മഹാന്മാരുടെ പേര് പോലെയാക്കുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നിന്റെ സന്തതികളെ ഇല്ലായ്മപ്പെടുത്തുവാനും നിന്റെ പേര് ഭൂമിയിൽ അപമാനമാക്കുവാനും ശത്രു ശ്രമിക്കുന്ന തന്ത്രങ്ങളെ എല്ലാം ദൈവം പൊളിച്ചു മാറ്റിക്കൊണ്ട് ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പിൽ നിലനിൽക്കുന്നത് പോലെ നിന്റെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ സന്തതികൾ ഈ ഭൂമിയിൽ ദൈവകൃപയിൽ നിലനിൽക്കണം, നിങ്ങളുടെ പേരിന് കളങ്കം വരാതെ, നിങ്ങളുടെ പേരിന് പരാജയം വരാതെ നിങ്ങളുടെ പേരും ഭൂമിയിൽ നിലനിൽക്കണം. നിലനിൽപ്പിനെ മറിക്കുന്ന ദുഷ്ടശക്തികളെ പൊളിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു ദൈവാനുഗ്രഹം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ തരുമെന്നാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്. കർത്താവേ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെന്ന് ബൈബിൾ എഴുതിയിരിക്കുന്ന പോലെ ദൈവം നമ്മളെ നിലനിർത്തട്ടെ, നിന്റെ പേര് നിലനിർത്തട്ടെ, നിന്റെ സന്തതിയെ നിലനിർത്തട്ടെ, രാജകീയമായി ദൈവം നടത്തട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ സന്തതിയെ ഞാൻ നിലനിർത്തുമെന്നും നിന്റെ പേര് നിലനിർത്തുമെന്നും ദൈവം അരുളി ചെയ്ത പോലെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, അവരുടെ സന്തതികളെ നിലനിർത്തണം, അവരുടെ പേര് നിലനിർത്തണം, ഭൂമിയിലെ മഹാന്മാരുടെ പേര് പോലെ അവരുടെ പേരാക്കണം. പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുക. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹമാകട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിലനിൽക്കുന്നൊരു അനുഗ്രഹം ഉടനെ നിന്റെ മേലുണ്ട്. ഗോഡ് ബ്ലെസ് യു.